മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ ആ സകലം ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമേ എന്ന് സ്വയം എന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നല്ല മനുഷ്യരായി ജീവിക്കുവാൻ മരണം വരേക്കും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഒരു മനുഷ്യൻ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നല്ല തഖ്വയുള്ള മനുഷ്യരായി ജീവിക്കുകയാണെങ്കിൽ, അവർക്ക് അള്ളാഹു ഓഫർ നൽകിയിരിക്കുന്ന 10 ഗുണങ്ങളെ സംബന്ധിച്ചാണ് ഈ ഖുതുബയിൽ അല്പസമയം സംസാരിക്കുന്നത്. ഇബാദത്ത് അതിന് വളരെ പ്രധാനമാണ്. ആരാധനയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹ് വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറ വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉണ്ടാക്കുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടമുണ്ടാക്കുന്ന മിനൽ അഖ്വാലി വൽ അഅമാലി ളാഹിറത്തി വൽ ബാത്തിന, പ്രത്യക്ഷവും പരോക്ഷവുമായ അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അമലുകൾ, ഇതിനാണ് ആരാധന എന്ന് പറയുന്നത്. ഇബാദത്തുകൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ഇസ്ലാമിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് തന്നെ കുടുംബമായിട്ട് ജീവിക്കാനും, കുട്ടികൾ ഉണ്ടാവാനും, ഒരു വീട് വെക്കാനും, പറമ്പ് വെക്കാനും, കുറെ ബിസിനസ് ചെയ്യാൻ, ഇതൊന്നും അല്ലാഹു പറയാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും നിങ്ങളെ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ആരാധന എടുക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനധികം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യരൊക്കെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ്. അത് മാത്രമല്ല, എങ്ങനെയാണ് ഇബാദത്ത്, എന്തൊക്കെയാണ് ഇബാദത്ത്, എന്താണ് ഇബാദത്തിൽ വരാൻ പാടില്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, 1,00,000 ചില്ലാനം വരുന്ന പ്രവാചകന്മാരെ പറഞ്ഞയച്ചതും അതിനാണ്. അല്ലാഹു പറയണ വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. അനിഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, താഗൂത്തിനെ നിങ്ങൾ ഒഴിവാക്കണം എന്നും അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സകലമാന സമൂഹത്തിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും അല്ലാഹു പറയുകയാണ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, പ്രവാചകരെ നിങ്ങളുടെ മുമ്പ് ഒരു പ്രവാചകന്മാരെയും നാം പറഞ്ഞയക്കുകയുണ്ടായിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് വഹി നൽകിക്കൊണ്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്നുള്ള വഹി. ഫഅബ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്നും വഹി നൽകിക്കൊണ്ട് അല്ലാതെ പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്മാരെയും നാം അയക്കുകയുണ്ടായിട്ടില്ല. ഇബാദത്ത് അത്രമാത്രം പ്രാധാന്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ അറിയണം. ഇബാദത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട് ആരാധന എന്നുള്ളൊരു ടെക്നിക്കൽ മഅന, ഒരു ആശയം അതിൽ നമ്മൾ കൽപ്പിക്കാറുണ്ട്. പക്ഷെ എന്താണ് ഇബാദത്ത്? ഇബാദത്താണ് തഖ്വ ഉണ്ടാക്കി തരുന്ന സാധനം. ഒരു മനുഷ്യന്, ഒരു മുഅ്മിന് തഖ്വ ഉണ്ടാക്കി തരുന്ന സാധനം ഇബാദത്താണ്. ആ ഇബാദത്തിനെ കുറിച്ച് എല്ലാ റമളാനുകളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും.
എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഫഖാല അൻ തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ എന്റെ ജീവിതം കൊണ്ട് സാക്ഷിയാവലാണ് അല്ലാഹുവല്ലാതെ ഭൂമിലോകത്ത് ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളതിന് എന്റെ ജീവിതം സാക്ഷ്യമാവലാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും, എന്ന് വെച്ചാൽ അല്ലാഹു നമ്മിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തുകൂടാ, എന്ത് ചെയ്തുകൂടാ, ഹക്ക് എന്ത്, ബാത്തിൽ എന്ത്, ഹലാൽ എന്ത്, ഹറാം എന്ത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചിരിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്നും, വതുഖീമു സ്വലാത്ത്, നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുക എന്നുള്ളതും, വതുഖി സക്കാത്ത് കൊടുക്കണം എന്നുള്ളതും, വതസൂമു റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്നുള്ളതും, വതുഹജ്ജുൽ ബൈതൈൻ ഇസ്തതഅത ഇലൈഹി സബീലാ, സാധ്യമുള്ള ആളുകളൊക്കെ ഹജ്ജ് ചെയ്യണം എന്നതും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ. എല്ലാ റമദാനിലും നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും. എന്താ ഇസ്ലാം ചോദിക്കുമ്പോൾ പ്രവാചകൻ ഒരു സന്ദർഭത്തിലും മാറ്റി പറഞ്ഞിട്ടില്ല എന്നതാണ്. അതൊക്കെ ആരാധനയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരാധനയാണ്. അപ്പൊ ഈ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുതൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ രണ്ട് ഷർത്ത് നിർബന്ധമാണ്. ഒന്ന്, ഇഖ്ലാസുൽ അമൽ ലില്ലാഹ്, ഞാൻ എടുക്കുന്ന പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. ഇത് വേറെ ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരാളെ പഠിപ്പിക്കാനാണ്. ആര്? അത് ഞാനാണ്. ആര്? കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, പറയുന്ന ഞാൻ. അല്ലാഹ് എന്നല്ലാതെ ഒരു വിചാരം, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. ആത്മാർത്ഥത എന്ന് പറയുന്നത് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, ജനങ്ങൾ കാണാനല്ല, ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാനല്ല. അല്ലാഹ് എന്ന ഒരു വിചാരം മാത്രം, അത് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാഹ്ക്ക് അതറിയാം. ഖൽബറിയവനാണ് അള്ളാഹ്, ഹൃദയത്തിലേക്ക് നോക്കുന്നവനാണ് അള്ളാഹ്. അപ്പൊ ഇഖ്ലാസ് വളരെ മർമ്മപ്രധാനമാണ്. രണ്ട് ഷർത്താണ് ഇബാദത്തിന്. ഒന്നാമത്തെ ഷർത്ത് ഇഖ്ലാസാണ്. ഇവൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, റബ്ബിന്റെ ഒന്നാമത്തെ നോട്ടാണ്. നാളെ വരുമ്പോ, ഇങ്ങോട്ട് മടങ്ങി വരുമ്പോ, ഉടുതുണിയില്ലാതെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോ രക്ഷപ്പെടണം, എന്റെ പ്രീതി കിട്ടണം, എന്റെ ഹുബ്ബ് കരസ്ഥമാക്കണം എന്ന വിചാരം, എന്ന നിയ്യത്ത് ഇവന്റെ മനസ്സിലുണ്ടോ, ഖൽബിലുണ്ടോ എന്ന നോട്ടാണ് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാന്റെ ഒന്നാമത്തെ നോട്ടം. രണ്ടാമത്തേത് അൽ മുതാബഅതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ മർമ്മപ്രധാനമാണ്. വെറുതെ ആരാധനകൾ എടുത്തു പോയിട്ട് കാര്യമില്ല. ഞാൻ ഈ ചെയ്യുന്ന സാധനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ, ദീനിലുള്ളതാണോ? നമ്മളിങ്ങനെ വരുമ്പോ സൂറത്തു ജുമുഅ പള്ളികളിൽ നിന്ന് ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുക നല്ലൊരു കാര്യമല്ലേ? നല്ല കാര്യമാണ്. ഞാൻ വരുമ്പോ കേൾക്കുകയാണ്. എന്തേ? അതൊരു നല്ല സംഗതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഖിറാഅത്തുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? നമുക്ക് സൂറത്തു ജുമുഅ ഇവിടുന്ന് പാരായണം ചെയ്യിപ്പിച്ചൂടെ മൈക്കിലൂടെ? അത് ദീനിലില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ ഇബാദത്തുകളുടെ രണ്ടാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് മുതാബഅതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ചെയ്യുന്ന സാധനം റസൂലുള്ള പഠിപ്പിച്ചതാണോ, ഖുർആനിലുള്ളതാണോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണോ? അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന് മാത്രമാണ് ദീൻ പറയാനുള്ള അർഹത. കാരണം അല്ലാഹ് പഠിപ്പിച്ചു വിട്ടിരിക്കുക. ആ പഠിപ്പിക്കൽ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കൊടുന്നെടുക്കുക. അതാണ് വഹീ. അതിനാണ് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യാ? ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? അവന്റെ ആരാധനകൾക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. അവൻ ചെയ്ത ആരാധനകൾ ഒന്നും തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചായിരുന്നില്ല.
എന്ത് ചെയ്യും? അള്ളാഹ് പറയാണ് സൂറത്ത് ഫുർഖാനിലെ 23-ാമത്തെ ആയത്തിലൂടെ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, ഒക്കെ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാനുള്ള സമയമായി. അള്ളാഹു പറയാണ് ഞാൻ എന്താ പോവാണ്, ഞാൻ മുന്നിടുകയാണ്. ഇലാ അമിലൂ മിൻ അമലിൻ, അവൻ ചെയ്തിട്ടുള്ള സകലമാന പ്രവർത്തനങ്ങളുടെ അടുക്കലേക്കും എന്റെ നോട്ടം ചെല്ലുകയാണ്. പക്ഷേ ആ മനുഷ്യന് ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരാധന എന്ന് പറഞ്ഞ് ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ദീനിന്റെ സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല, പ്രവാചകന്റെ സുന്നത്ത് അതിനുണ്ടായിരുന്നില്ല. പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലേ, പറയുന്നുണ്ട് ഞാൻ ഓതുന്നത് സൂറത്തുൽ ജുമുഅയല്ലേ, ഖുർആനല്ലേ എന്ന്. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത സംഗതികളാണ് ഇബാദത്തായിട്ട് അവൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, ചിന്നിച്ചിതറിയ പൊടിപടലങ്ങളാക്കി നാം അതിനെ മാറ്റും. അല്ലാഹു ഖുർആനിൽ പറയാം, സൂറത്ത് ഫുർഖാനിലെ 23-ാമത്തെ ആയത്തിലൂടെ പറയാണ്, ഈ സംഗതികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളിലേക്ക് നാം നോക്കിയിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫജഅൽനാഹു, നാം അവന്റെ ആ പ്രവർത്തനങ്ങളെയൊക്കെ മാറ്റും, ഹബാഅം മൻസൂറാ, ചിന്നിച്ചിതറിയ പൊടിപടലങ്ങളാക്കി നാം അതിനെ മാറ്റും. കാരണം എന്തേ? നല്ല ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ പറയാണ് 8-ാമത്തെ 9-ാമത്തെ ഹജ്ജാണ് ഇന്ന ഹാജി ചെയ്യാൻ പോണത്, ആൾക്കാർ പറയാണ്. ആൾക്കാർ ചോദിക്കാനല്ല 10-ാമത്തെ ഹജ്ജ് എന്നാണ് നിങ്ങൾ ചെയ്യുന്നത് ആൾക്കാർ ചോദിക്കുന്നത്. ആൾക്കാരാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നിർബന്ധമായാലും 10-ാമത്തേന് പോവാ. ചിന്നിച്ചിതറിയ പൊടിപടലങ്ങളാക്കി മാറ്റും. ഇഖ്ലാസ് പ്രധാനമാണ്, അല്ലാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അത് പ്രധാനമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹദഥ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മളുടെ ഈ കാര്യത്തിൽ, ഈ ദീനിന്റെ കാര്യത്തിൽ, മൻ അഹദഥ, ആരാണ് പുതിയതായി കൂട്ടിച്ചേർത്തത്, മാ ലൈസ മിൻഹു, അതിൽ ഇല്ലാത്ത ഒരു കാര്യം, ഫഹുവ റദ്ദുൻ, അവയൊക്കെ റദ്ദ് ചെയ്യേണ്ടതാണ്. എത്ര നല്ല കാര്യങ്ങളായാലും അല്ലാഹുവിന്റെ ഖുർആനിലില്ലേ, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ, ഫഹുവ റദ്ദുൻ, ദീനിൽ ചെയ്യാൻ പാടില്ല, ഇബാദത്തല്ല. എന്താണ് ഇബാദത്ത്? ഇബാദത്തുകൾ പല ജാതിയുണ്ട്, ഒരുപാട് ഇബാദത്തുകളുണ്ട്. നോക്കൂ, അൽ ഖൗഫ് വർ-റജാഉ വത്-തവക്കുൽ വർ-റഗ്ബത്തു വർ-റഹ്ബത്തു വൽ-ഇനാബത്തു വൽ-ഇസ്തിആനത്തു വൽ-ഇസ്തിഗാസത്തു വൽ-ദബ്ഹു വൻ-നദ്റു വഗൈറ ദാലിക മിൻ അൻവാഇൽ ഇബാദ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് മാത്രമല്ല, ഭയം, ഉള്ളിലെ പേടി, ഖൗഫ്, അത് ഇബാദത്താണ്. പ്രതീക്ഷ ഇബാദത്താണ്, അല്ലാഹുവിനോടേ പാടുള്ളൂ. തവക്കുൽ അല്ലാഹുവിനോടേ പാടുള്ളൂ. റഗ്ബത്ത്, അദൃശ്യമായ ആ നിലക്കുള്ള റഗ്ബത്തും റഹ്ബത്തും, ഭയപ്പാടുകൾ. ഇനാബത്ത്, തൗബ ചെയ്ത് മടങ്ങൽ. ഇസ്തിആനത്തു വൽ ഇസ്തിഗാസത്തു, സഹായ തേട്ടം. ദബ്ഹ്, അർക്കൽ, അറിവ്. നദർ, നേർച്ച. വഗൈറ ദാലിക മിൻ അൻവാഇൽ ഇബാദ. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇബാദത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാണ് മുത്തഖി എന്ന് പറയാം, തഖ്വയുള്ള മനുഷ്യൻ എന്ന് പറയാം. ഇങ്ങനെ തഖ്വയോടുകൂടി ഒരു മനുഷ്യൻ ഇബാദത്ത് എടുത്താൽ, മുത്തഖിയായി മാറിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന 10 ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് അനുഗ്രഹങ്ങൾ അവന്റെ മുമ്പിൽ തുറന്നു വെക്കും എന്നുള്ളതാണ്. അല്ലാഹുവേ, എന്റെ മുമ്പിൽ അനുഗ്രഹങ്ങൾ നീ തുറന്നു വെക്കാത്തത് എന്താണെന്ന് പരിതപിക്കുന്ന മുഅ്മിനോട് പറയാറുള്ളത്, നിന്റെ ഇബാദത്തുകളിൽ ഇഖ്ലാസില്ല, നിന്റെ ഇബാദത്തുകൾ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്നതുപോലെയല്ല എന്നാണ്. അല്ലാഹു പറയാണ്, വലൗ അന്നഹുൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു രാജ്യത്തുള്ള ആളുകൾ
അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇബാദത്തുമായി ബന്ധപ്പെട്ടത്. ഇഖ്ലാസും പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടുള്ള ഇബാദത്തുകളും എന്നുള്ളത്. അങ്ങനെ തഖ്വ പിടിക്കുകയും ചെയ്താൽ, ഒരു നാട്ടിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്ന മനുഷ്യന്മാരാണെങ്കിൽ ഫതഹ്നാ അലൈഹിം, അവരുടെ മുമ്പിൽ നാം തുറന്നു വെക്കും, അവർക്ക് നാം കവാടം തുറക്കും. ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ഭൂമിയിൽ നിന്നുള്ള നിഅമത്തുകൾ, ആകാശത്ത് നിന്നുള്ള നിഅമത്തുകൾ. ആകാശം നിഅമത്തുകളുടെ കേദാരമാണ്. നിധി കിടക്കുന്നത് ഭൂമിയിലല്ല, നിധി കിടക്കുന്നത് ആകാശത്തിലാണ്. ഭൂമിയിലുള്ള നിധി നിങ്ങൾ 2 എണ്ണം വാങ്ങിയാൽ നിങ്ങൾക്ക് 1 ഫ്രീ ആണ്. ആ ഓഫർ വാങ്ങാൻ നമ്മൾ പോകും. 1 എടുത്താൽ 1 പകരം ഫ്രീ ആയി കിട്ടും. ആ ഓഫർ വാങ്ങാൻ നമ്മൾ തടിച്ചു കൂടും. റീലുകളും സ്റ്റോറികളും നമ്മൾ കാണാറുണ്ട്. ആളുകൾ തിരക്കി പോവാണ്. എന്നിട്ട് സൂപ്പർ മാർക്കറ്റുകളുടെ ഒക്കെ ചില്ല് പൊട്ടാണ്, അവിടെയുള്ള സംഗതികൾ പൊട്ടാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫർ വമ്പൻ ഓഫറാണ്. ആകാശത്ത് നിന്നാണ് ഭയങ്കര ഓഫർ ഉള്ളത്. ആകാശമാണ് നിധി കൂമ്പാരം കിടക്കുന്നത്. ആകാശത്തിലാണ്, ആകാശത്തിലാണ് ബർക്കത്തുള്ളത്, ആകാശത്തിലാണ് നിഅമത്തുള്ളത്. ആ നിഅമത്തിന്റെ കവാടങ്ങൾ, ഓ മനുഷ്യരെ, നിങ്ങൾ തഖ്വ പാലിക്കുകയാണെങ്കിൽ ആകാശത്തിന്റെ നിധി കൂമ്പാരങ്ങളുടെ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കും, ഭൂമിയിലുള്ളതും ഞാൻ തുറന്നു വെക്കും. പക്ഷേ മനുഷ്യർ കദ്ദബു, അവൻ സത്യനിഷേധിയാവുകയാണ്. അതുകൊണ്ട് അവനെ പ്രവർത്തിച്ചത് കാരണമായിക്കൊണ്ടൊരു പിടുത്തം ഞാൻ പിടിക്കും. അല്ലാഹു പറയാം, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും. ആരാധനയിൽ തഖ്വയിൽ മുമ്പിട്ട് നിൽക്കുന്ന എനിക്ക് അല്ലാഹു തുറന്നു തരും. രണ്ടാമത്തേത് അല്ലാഹു പറയുകയാണ്, അമലുകൾ നന്നാക്കാനും പാപങ്ങൾ കഴുകാനുള്ള ഒരു അവസരം ഉണ്ടാവും. അമലുകൾ നന്നാക്കാനും പാപങ്ങൾ കഴുകിക്കളയാനുമുള്ള അവസരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അമലുകൾ നന്നാവൂല, പാപങ്ങൾ അവിടെ കിടക്കും. അന്ന് ഞാൻ അത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പിന്നെയും തിരട്ടി വരും. അത് മാഞ്ഞാണ് പോകൂല. കാരണം എന്തേ? അല്ലാഹു ആ തൗബ സ്വീകരിച്ചിട്ടില്ല, ആ പാപങ്ങൾ അല്ലാഹു കഴുകിക്കളഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, നല്ല വാക്ക് മാത്രം പറഞ്ഞ് ഇബാദത്ത് എടുത്ത് അമൽ സാലിഹാത്തുകൾ ചെയ്ത് ജീവിച്ചോ. എന്താണ് അല്ലാഹു പറയുന്നത്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം നന്നാവും. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം നന്നാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പടച്ച തമ്പുരാൻ കഴുകിക്കളയും. തഖ്വ ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയാനുള്ളത് തഖ്വയുടെ ഭാഗമാണ്. നല്ല വാക്ക് പറയാ എന്നുള്ളത് ഇബാദത്താണ്. അഖ്വാലായാലും അഅമാലായാലും ഇബാദത്താണ്. ഈ മനുഷ്യൻ ഏറ്റവും മോശം വാക്ക് എന്റെ നാവിൽ നിന്ന് വരാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്നോട് പറയണത്, എന്നോട് ചെയ്യുന്നത്. പക്ഷെ എന്റെ വാക്കിൽ നിന്ന്, എന്റെ നാക്കിൽ നിന്ന് നല്ലതേ വരാവൂ എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യൻ ആ മോശം വാക്ക് ഒഴിവാക്കിയിട്ട് മാന്യമായിട്ടാണ്, അവൻ വളരെ അമാന്യനായിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ തിരിച്ചങ്ങോട്ട് മാന്യമായിട്ട്, അപ്പോൾ ഉണ്ടാവേണ്ട ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ തഖ്വയുള്ളവനാണ്, ഇഖ്ലാസ് ഉണ്ടാവേണ്ടവനാണ്, ഞാൻ എന്റെ പ്രവർത്തനം, എന്റെ വാക്ക് പോലെ അല്ലാഹു കാണുന്നുണ്ട്. എന്നിട്ട് ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കാണ്, മാന്യമായത് മാത്രമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കി കൊടുക്കും. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യും. മൂന്നാമത്തെ ഗുണം അല്ലാഹു പറയുന്നത്, അല്ലാഹു വഴി കാട്ടിത്തരും. നിങ്ങൾ തഖ്വയുള്ളവരാണോ, നിങ്ങൾ ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉള്ളവരാണോ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹുവും റസൂലും പറഞ്ഞതാണോ, അല്ലാഹു നിങ്ങൾക്ക് വഴി കാട്ടിത്തരും. അല്ലാഹു പറയുകയാണ്, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു ഒരു വഴി നിങ്ങൾക്ക്, ഒരു തുറവി നിങ്ങൾക്ക് നൽകും. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബു,
നിങ്ങളൊന്നും കരുതാത്ത മാർഗേണ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. നിങ്ങൾ ആരും കരുതിയിട്ടുണ്ടാവില്ല അല്ലാഹു പറയണം നമ്മോട്. പക്ഷേ ഒരു പുതിയ വഴി അല്ലാഹു തുറന്നു തരും. അതിന് വേണ്ടത് തഖ്വയാണ്. നാലാമത് അല്ലാഹു പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു എളുപ്പമുണ്ടാക്കി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. യജ്അൽ ലഹു, അവൻ നിങ്ങൾക്ക് ആക്കി തരും, മിൻ അംരിഹി യുസ്റാ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ലളിതമാക്കി തരും, എളുപ്പമാക്കി തരും. ഉസ്റിൽ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തഖ്വയിലേക്ക് നടന്നു വന്നാൽ യുസ്റായി മാറും എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇതിനേക്കാൾ വലിയ ഓഫർ എന്താ? അവനവന്റെ ബിസിനസ്സിൽ പുരോഗതി. കീറാമുട്ടികൾ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹ് യുസ്ർ ഉണ്ടാക്കി തരിക. വലിയ വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു യുസ്ർ നൽകുക. വേണ്ടത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. അള്ളാഹ് മാത്രം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമാണ്. അതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കി തരും. അഞ്ചാമതായി അല്ലാഹു പറയാണ്, നിങ്ങളുടെ തിന്മകളെ പടച്ച തമ്പുരാൻ മായ്ച്ചു കളയും. നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തെ അല്ലാഹു വലുതാക്കി തരും. ഒരു പ്രതിഫലമല്ല, 10 പ്രതിഫലമല്ല, 700 ഇരട്ടി വരെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിലേക്ക്. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅളിം ലഹു അജ്റാ. യുകഫിർ അൻഹു സയ്യിആതിഹി, പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും, പാപങ്ങളൊക്കെ അല്ലാഹു കഴുകിക്കളയും. വയുഅളിം ലഹു അജ്റാ, അവന് നൽകുന്ന പ്രതിഫലത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല മഹോന്നതമാക്കി മാറ്റുകയും ചെയ്യും. വലിയ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് നൽകും. കാരണം എന്താ? തഖ്വയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔലിയാക്കളാണ്, പടച്ച തമ്പുരാന്റെ ആത്മമിത്രങ്ങളാണ്. ആ ആത്മമിത്രങ്ങളുടെ ജീവിതത്തിൽ തെറ്റേത് ശരിയേത് ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത നിമിഷങ്ങൾ മനുഷ്യർക്കുണ്ടാവും. പടച്ച തമ്പുരാൻ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു പറയണോ വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനാ, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരും. നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ സത്യത്തെയും അസത്യത്തെയും വിവേചിച്ചറിയാനുള്ള പ്രത്യേകമായ ഒരു ശേഷി അല്ലാഹു നിങ്ങൾക്ക് നൽകും. വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഏഴാമത്തേതായി അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നല്ല ഇൽമു നൽകും. വത്തഖുല്ലാഹ യുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഇൽമു നൽകും, അറിവുള്ളവരാക്കി മാറ്റും. ആ ഇൽമു ഖുർആനിലുള്ള അറിവ് മാത്രമല്ല, മതപരമായ അറിവ് മാത്രമല്ല. അറിവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പല മേഖലകളുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഒരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് എന്നുണ്ടെങ്കിലും ഇന്ന കാര്യത്തിൽ ഒരു ട്രെയിനിങ്, ഇന്ന കാര്യത്തിൽ ഒരു അറിവ്, ഒരു കൺസൾട്ടേഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പല ഘടകങ്ങളുണ്ട്. എവിടുന്നാണ് ഈ അറിവുകളൊക്കെ വരുന്നത്? പടച്ച തമ്പുരാൻ കരുതാണ് എന്നുണ്ടെങ്കിൽ ആ തോന്നിച്ച നമുക്ക് നൽകാൻ കഴിയൂലേ? അതിന് വേണ്ടത് കറകളഞ്ഞ ഇഖ്ലാസുള്ള തഖ്വയാണ്. അല്ലാഹു പഠിപ്പിക്കാണ്, വത്തഖുല്ലാഹ യുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾക്ക് ആ ഇൽമ അല്ലാഹു നൽകും. ഈ കൺസൾട്ടന്റ് ആരാ? ഈ ട്രെയിനർ ആരാ? ഈ മോട്ടിവേഷൻ സ്പീക്കർ ആരാ? പടച്ച തമ്പുരാൻ നമുക്ക് തോന്നിപ്പിച്ചു നൽകുന്നതിനേക്കാളും വലിയ ഇൽമ്, അല്ലാഹുവിന്റെ കൺസൾട്ടേഷനേക്കാൾ വലിയ ഒരു കൺസൾട്ടേഷൻ എവിടെയാണുള്ളത്? അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു ആ ഇൽമു നൽകും, പക്ഷെ നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറണം. അത് മാത്രമല്ല, എട്ടാമതായി പടച്ച തമ്പുരാൻ പറയാണ്, അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴയെ, മേഘങ്ങളെ, മക്കളെ, ശക്തിയെ, മക്കളെ നൽകും, ശക്തി നൽകും, ബലം നൽകും. ആ ശക്തിയിൽ ഇച്ഛാശക്തിയുണ്ട്, ത്രാണിയുണ്ട്, ശേഷിയുണ്ട്, ധൈര്യമുണ്ട്. മുന്നോട്ടിറങ്ങാനുള്ള ഭയപ്പാടേതുമില്ലാതെ അള്ളാന്റെ മാർഗത്തിലും അവനവന്റെ ബിസിനസ്സിലും അവനവന്റെ കൃഷിയിലും അവനവന്റെ ജീവസന്ധാരണ മേഖലയിലും ഉദ്യോഗസ്ഥനാണ്
ഏത് മുകളിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയും അന്യായമായത് ചെയ്യാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ന്യായമുള്ളത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും സ്ഥൈര്യവും പടച്ചോൻ നൽകും. എന്താ വേണ്ടത്? തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ നടത്തി തഖ്വയുള്ള ആളുകളായി മാറൂ എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫറും കൂടെ വെച്ചു കൊടുത്തു. അങ്ങനെ നിങ്ങൾ ആയി കഴിഞ്ഞാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ധാരാളമായ ആകാശത്തിന്റെ കനിവ് നൽകുമെന്നാണ്. അത് മഴയാകാം, ആകാശ ലോകത്ത് നിന്നുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാകാം. വയുംദിരിക്കും, നിങ്ങളെ സഹായിക്കും. ബിഅംവാലി, ധാരാളം സമ്പത്ത് നൽകിയിട്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും തഖ്വയുള്ളവരാണെങ്കിൽ. വബനീന, സന്താനങ്ങളെ നൽകി അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങൾ നൽകും. അത് സ്വർഗ്ഗത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഭൗതിക ലോകത്തും നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും. വയജ്അൽ ലക്കും അൻഹാറാ, അരുവികളിൽ നിന്നുള്ള ഗുണഗണങ്ങളെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകും. ഇതൊക്കെ തഖ്വയുടെ ഉപോൽപലകമായി തത്ഫലമായി സത്യവിശ്വാസികൾക്ക് നൽകുമെന്ന് അല്ലാഹു നൽകുന്ന ഓഫറുകളാണ്. ഒമ്പതാമതായി പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്, നല്ല ഒരു ജീവിതം നൽകും. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ മണിമാളിക ഉണ്ടാവുക, വലിയ സ്വത്ത് ഉണ്ടാവുക, വലിയ പറമ്പുണ്ടാവുക, പ്രശസ്തി ഉണ്ടാവുക, ഭയങ്കര സൗന്ദര്യം ഉണ്ടാവുക, ഇതൊന്നുമല്ല. പടച്ച തമ്പുരാൻ ഡിഫൈൻ ചെയ്യുന്ന നല്ലൊരു ജീവിതം ഉണ്ട്. അതിൽ വളരെ പ്രധാനം സമാധാനമാണ്, സ്വസ്ഥതയാണ്. സുഖകരമായ ജീവിതം എന്ന് പറയുന്നത് വലിയ സമ്പത്തുള്ളതും വലിയ സൗന്ദര്യമുള്ള ആളുകളായി ജീവിക്കുക എന്നുള്ളതൊന്നുമല്ല. ഖൽബിന്റെ ഉള്ളിലുള്ള ശാന്തത ഉണ്ടല്ലോ, ഖൽബിന്റെ ഉള്ളിലെ ശാന്തത, ജീവിക്കാൻ ആ ശാന്തത, അത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ് എന്നല്ല, പരമപ്രധാനമാണ്. അതിനേക്കാളും വലുതൊന്നുമില്ല. അല്ലാഹു പഠിപ്പിക്കുകയാണ്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ, മുഅ്മിനായി തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് അമൽ സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഫലനുഹിയന്നഹു, അവനെ നാം ജീവിപ്പിക്കും, ഹയാതൻ തയ്യിബ, സുഖകരമായ ജീവിതം. സുഖകരമായ ജീവിതം അവന് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് നാം പ്രതിഫലം നൽകുന്നത് ഒരു പ്രവർത്തിച്ചതിനേക്കാളൊക്കെ എത്രയോ ധാരാളമായിട്ടാണ് നാം പ്രതിഫലം നൽകുക. പത്താമതായി അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഒരു സംരക്ഷണയുണ്ടാകും. പടച്ച തമ്പുരാന്റെ സംരക്ഷണയിലായിരിക്കും തഖ്വയുള്ള ആളുകൾ വളർന്നു വരിക, ജീവിച്ചു കൊണ്ടിരിക്കുക. ആർക്കും ഭയപ്പെടുത്താൻ കഴിയൂല, ആർക്കും പേടിപ്പെടുത്താൻ കഴിയൂല. ഇറങ്ങി പുറപ്പെട്ട അവനുണ്ടോ ഇവനുണ്ടോ, ആ ശക്തിയുണ്ടോ ഈ ശക്തിയുണ്ടോ, ഒന്ന് ചാടിയാല്, വട്ടം ചാടിയാല്, പറകുന്ന് വിളിച്ചാല്, ടേബിൾ അടക്കുമ്പോ തുറക്കുമ്പോ ഒക്കെ പ്രയാസാണ്. പാമ്പ് വന്നാല്, പാമ്പ് ഈ നാട്ടിലെ ഒരു ജീവിയല്ലേ, അത് വരൂല്ലേ നമ്മളെ തൊടിയിലും നമ്മളെ പറമ്പിലും. ഓൽക്ക് തണുപ്പ് കിട്ടുന്നിടത്തും നമ്മളിങ്ങനെ കുറെ കാലമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ച സാധനങ്ങളുടെ അടിയിലും ഒക്കെയാണ് ഇവരുണ്ടാവുക. അത് വലിയ പ്രശ്നമാണ്. സ്വസ്ഥതയും സമാധാനവും സംരക്ഷണയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മുകളിൽ اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ പാരിലൊരു ശക്തിയുമില്ല, നീ തടഞ്ഞത് നൽകാൻ പാരിലൊരു ശക്തിയുമില്ല. ഈ ബോധം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഹ്ഫദില്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ചോ, യഹ്ഫദുക, പടച്ച തമ്പുരാൻ നിനക്ക് സംരക്ഷണം നൽകും. ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് കിട്ടുന്ന ഗുണം, തജിദുഹു, നിനക്ക് ആ അല്ലാഹുവിനെ കാണാം, തുജാഹക, നിന്റെ നേർക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് കാണാം.
മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് അർശിൽ ഇരുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേർക്ക് തിരിഞ്ഞു നിൽക്കാണ്. ആ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവനവിടെ പ്രയാസങ്ങൾ ഉണ്ടാവാൻ ഒഴിവാക്കി കൊടുക്കണം, പ്രതിസന്ധികൾ ഉണ്ടാവാൻ ഒഴിവാക്കി കൊടുക്കണം, അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണം, അവന്റെ വഴി വെട്ടിക്കൊടുക്കണം. നിനക്ക് ആ അല്ലാഹുവിനെ, നിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന റബ്ബിനെ നിനക്ക് കാണാം. വേറെന്താ വേണ്ടത്? പടച്ച തമ്പുരാൻ നമ്മളെ നേർക്ക് തിരിഞ്ഞിട്ട് ആ ചിറകും വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചിറകിന്റെ സംരക്ഷണയിൽ നിന്നോ എന്താ വേണ്ടത്? തഖ്വ വേണമെന്നാണ്. ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് തഖ്വയുടെ മർമ്മപ്രധാനമാണ്. ഇബാദത്ത് റബ്ബും റസൂലും പറഞ്ഞ രൂപത്തിൽ മാത്രമായിരിക്കുക എന്നുള്ളത് തഖ്വയിൽ മർമ്മപ്രധാനമാണ്. ഇത് രണ്ടുള്ള ആളുകളാണ് മുത്തഖികൾ എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖികളായി മരണം വരേക്കും കൊണ്ടുപോകണമേ റബ്ബേ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ പൊളപ്പുകളും നമ്മളൊന്ന് കണ്ണടച്ചാൽ മാറി. ഖബറിൽ ചെന്നാൽ എന്തുണ്ട് എന്ന വിചാരമാവട്ടെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ മരിച്ച് നമ്മളെ ഖബറടക്കി ഒരുപക്ഷെ ഒരു 40 ദിവസം, 2 മാസം, 3 മാസമൊക്കെ കാത്തു നിന്നു. എന്നിട്ട് നമ്മളുണ്ടാക്കിയതും നമ്മൾ അധ്വാനിച്ചതുമൊക്കെ വേറെ ആളുകൾ ഓഹരി വെക്കുന്ന തിരക്കിലായി. ഓഹരി വയ്ക്കുമ്പോൾ തനിക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ഖബറിൽ കിടക്കണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാപ്പാനെ, എന്നെ, നമ്മളെ ഓർക്കലൊന്നും അവിടെ ഉണ്ടാവില്ല. 1 കൊല്ലം 2 കൊല്ലം കുറച്ചു കാലം. എന്നിട്ട് അവർക്കൊക്കെ തല്ലുകൂടാൻ നമ്മൾ കുറേ സ്വത്ത് ഉണ്ടാക്കി വെക്കും. പക്ഷേ ഈ സ്വത്ത് ഉണ്ടാക്കണ്ടെന്നൊന്നും ഇസ്ലാം പറയണില്ല. പക്ഷേ നമ്മളെ ഖബറിൽ കിടക്കാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് തീർന്നു. ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു 2 റക്അത്തെങ്കിലും ആ മനുഷ്യന് ആവശ്യമുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു ഖബറിന്റെ അടുക്കലൂടെ പോകുന്നു, 2 റക്അത്ത് ആവശ്യമുണ്ട് ആ മനുഷ്യന് ഖബറിൽ. നോക്കുങ്ങൾ എത്ര മനുഷ്യന്മാരാണ് ഖബറിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള മനസ്സുണ്ടാക്കുകയും അങ്ങനെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്യുമാറാവട്ടെ, ഐശ്വര്യം നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഖബറിടത്തിലേക്ക് വേണ്ടിയിട്ടാണ്, പരലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ബിസിനസ് പോലും ആരാധനയാക്കി മാറ്റാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ കൃഷി ആരാധനയാക്കി മാറ്റാൻ പറ്റും. ഒരു മനുഷ്യന്റെ ചിന്ത പോലും ആരാധനയാക്കി മാറ്റാൻ പറ്റും. നോക്കൂ, പ്രവാചകൻ പറയുന്നത് നല്ല ചിന്ത നല്ല ഇബാദത്താണ്. നല്ല ചിന്ത നല്ല ഇബാദത്താണ്. വെറുതെ ഇരിക്കുമ്പോൾ ആലോചന അള്ളാന്റെ പുണ്യം കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. നല്ല ചിന്ത നല്ല ഇബാദത്താണ്. എല്ലാം ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് പറ്റും. അല്ലാഹുവേ, അതിന് വേണ്ടത് റബ്ബ് എന്ന ബോധമാണ്. അല്ലാഹുവേ, എല്ലാ നിമിഷങ്ങളിലും നീ എന്ന ബോധമുള്ള മുഖ്ലിസീങ്ങളായി ഞങ്ങളെ നീ വളർത്തണമേ തമ്പുരാനെ. ഈ ബോധമില്ലാത്ത, തിന്മ ചെയ്യുന്ന, ഹറാമുകൾ ചെയ്യുന്ന ബോധ്യങ്ങളെ, ആഗ്രഹങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. അല്ലാഹുവേ, അവർക്കിടയിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളുണ്ട്. എങ്കിലും മനുഷ്യരാണ്, വന്നു പോകുന്നുണ്ട്. ആ പാപങ്ങളൊക്കെ നീ ഞങ്ങളുടെ തഖ്വ, ഞങ്ങളുടെ തൗബ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ, ഞങ്ങളുടെ അമൽ സ്വാലിഹാത്തുകൾ ഒക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാം കഴുകി കളഞ്ഞ് ഹനീഫാക്കി മാറ്റണേ റബ്ബേ ഞങ്ങളെ.
നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഹനീഫായി നിന്നെ കണ്ടുമുട്ടാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണം റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹുവേ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഞങ്ങളുടെ മാതാവ്, പിതാവ് റബ്ബേ, അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ അബദ്ധങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും പാപങ്ങളൊക്കെ പുറത്തു തന്ന് ഞങ്ങളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 وبرحمتك يا أرحم الراحمين. وصلى الله على محمد وقوموا للصلاة.